അസ്സലാമു അലൈക്കും. വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്. ചിസ്തി സിൽസില. നമുക്കറിയാം, ഇന്ത്യയിൽ വളരെയധികം സൂഫി സിൽസിലകൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ, അഥവാ പഴയ ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു ദക്ഷിണേഷ്യയെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു സിൽസിലയാണ് ചിസ്തി സിൽസില. ഈ ചിസ്തി സിൽസിലയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളും എഴുത്തുകളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊരു പുതിയ കാര്യമല്ല, വളരെ പണ്ട് മുതൽ തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് തന്നെ അതേപ്പറ്റി എഴുതിയിട്ടുള്ള പല വ്യക്തികളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരാൾ ജഹാനാര ബീഗമാണ്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ ഏറ്റവും മൂത്ത പുത്രിയായിരുന്നു ഈ ജഹാനാര ബീഗം. ഇന്ത്യയിലെ മധ്യകാലത്ത് ഇന്ത്യ ഭരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 രാജവംശങ്ങൾ, ഡൽഹി സുൽത്താൻമാരും പിന്നീട് വന്നിട്ടുള്ള മുഗൾ ചക്രവർത്തിമാരും. ചിസ്തി സിൽസിലയിലെ സൂഫിമാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയ 2 രാജവംശങ്ങളാണ് ഇത് രണ്ടും, പ്രത്യേകിച്ച് മുഗൾ ചക്രവർത്തിമാർ. അതിൽ ഷാജഹാൻ്റെ പുത്രിയായിട്ടുള്ള ജഹാനാര ബീഗം എഴുതിയ പുസ്തകമാണ് മുനിസ് അൽ അർവാഹ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇതൊരു പേർഷ്യൻ കൃതിയാണ്, മുനിസ് അൽ അർവാഹ് എന്നുള്ളത്. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ജഹാനാര പിതാവിൻ്റെ കൂടെ പല തവണ അജ്മീർ സന്ദർശിക്കുകയും ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗയിൽ വരികയും അതിൻ്റെ റെക്കോർഡുകൾ മുഗൾ രേഖകളിൽ ധാരാളം കാണുകയും ചെയ്യുന്നുണ്ട്. ഈ പുസ്തകം, ആ പുസ്തകത്തിനകത്ത്, അത് പേർഷ്യൻ കൃതിയാണ്, പിന്നീട് അത് ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇംഗ്ലീഷിൽ നിന്ന് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഈ വിനീതനുണ്ടായിട്ടുണ്ട്. ആത്മാക്കളുടെ തോഴൻ എന്ന പേരിലാണ് മലയാളത്തിൽ ആ പുസ്തകം ചെയ്തിട്ടുള്ളത്. അപ്പം ആ പുസ്തകത്തിൽ ജഹാനാര പറയുന്ന ഒരു കാര്യമുണ്ട്. ചിസ്തി സിൽസിലയുടെ ഒരു പരമ്പര അവരതിനകത്ത് വിവരിക്കുന്നുണ്ട്. ആ പരമ്പര വിവരിച്ചുകൊണ്ടവർ പറയുന്നത്, എൻ്റെ സഹോദരനായിട്ടുള്ള ദാരാഷുക്കോ ഷാജഹാൻ്റെ മൂത്ത മകനാണ്. അദ്ദേഹം വലിയൊരു ഫിലോസഫറായിരുന്നു. ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് സഫീനത്തുൽ ഔലിയ എന്നുള്ളത്. സഫീനത്തുൽ ഔലിയ, ഈ സഫീനത്തുൽ ഔലിയ എന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ചിസ്തി സിൽസിലയുടെ പരമ്പര വളരെ മനോഹരമായി വിവരിക്കുന്നത്. ആ പുസ്തകത്തിൽ നിന്നും കടം കൊണ്ടിട്ടാണ് ജഹാനാര ബീഗം മുനിസ് അൽ അർവാഹിൽ ചിസ്തി സിൽസിലയെ പറ്റിയിട്ട് വിവരിക്കുന്നത്. അതിൽ പറയുന്നതനുസരിച്ച് ഖ്വാജ തങ്ങൾക്ക് മുമ്പ് ഈ പരമ്പരയിൽ നബി തിരുമേനി വരെ 15 വലിയ മഹാന്മാരെക്കുറിച്ച്, മഹാരഥന്മാരെക്കുറിച്ച് അതിൽ വിവരിക്കുന്നുണ്ട്. അത് കടന്ന് 15 പേര് കടന്ന് 16-ാമത്തെ ആളായിട്ടാണ് ഖ്വാജ തങ്ങൾ അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഈ 15 പേരിൽ ഒരാളാണ് ഖ്വാജ അബു ഇസ്ഹാഖ് ഷാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയുടെ ഒരു പ്രധാനപ്പെട്ട ഷെയ്ഖ് എന്ന് പറയുന്നത്. ഖ്വാജ അബു ഇസ്ഹാഖ് ഷാമി അദ്ദേഹം ജീവിക്കുന്നതും മരിക്കുന്നതുമൊക്കെ ഡമസ്കസിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനനം സംഭവിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ചിസ്ത് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ പേരിൽ നിന്നാണ് ചിസ്തി എന്നുള്ള പേര് പിന്നീട് പരക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്താണെങ്കിലും ഖ്വാജ തങ്ങളുടെ ആ കാലത്ത് തന്നെ അദ്ദേഹം
ഇറാനിലും അതേപോലെ അറേബ്യയുടെ പല ഭാഗത്തും സഞ്ചരിക്കുകയും വളരെ കുഞ്ഞുനാളിൽ തന്നെ ഒരുപാട് വലിയ വലിയ സൂഫികളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖ്വാജ ഷെയ്ഖ് ഹാറൂൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഹാറൂനിയുടെ ശിഷ്യനായിട്ടാണ്, ഹാറൂനി എന്നും ഹാർവനി എന്നും അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് ഖ്വാജ തങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത്. പല പ്രദേശങ്ങൾ അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ആദ്യം നൈഷാപൂരിലും പിന്നീട് സജസിലും പിന്നീട് ബാൽക്കിലുമൊക്കെ എത്തിയിട്ട് ശേഷമാണ് ഇന്ത്യയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്ന സ്ഥലം ലാഹോറാണ്. ലാഹോറിൻ്റെ പ്രത്യേകത, ലാഹോറിലാണ് ഷെയ്ഖ് അലി അൽ ഹുജിവിരി, ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഹുജിവിരിയുടെ കശ്ഫുൽ മഹജൂബിനെ പറ്റിയുള്ള ചർച്ച കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. കശ്ഫുൽ മഹജൂബ് അതിനെപ്പറ്റി പറയാറുള്ളത് ഫസ്റ്റ് സൂഫി വർക്ക് ഇൻ പേർഷ്യൻ ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്, മേജർ വർക്ക് ഇൻ പേർഷ്യൻ ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കശ്ഫുൽ മഹജൂബിൻ്റെ ഓതറായിട്ടുള്ള അലി അൽ ഹുജിവിരിയുടെ ദർഗ, അവിടെ ഒരുപാട് ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയും അതിനുശേഷം ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യം ലാഹോറിലും പിന്നീട് ഡൽഹിയിലും അതിനുശേഷം ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്കും അദ്ദേഹം യാത്രയാവുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 12-ാം നൂറ്റാണ്ടാണ്, അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ആ കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക പ്രത്യേകത എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് ഇന്ത്യ ഒരുപാട് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി കിടക്കുന്ന ഒരു കാലഘട്ടമാണത്. സാമൂഹികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വിഭാഗങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങൾക്കകത്ത് ജാതികൾ, ഈ ജാതികൾക്കിടയിൽ ഒരുപാട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വ്യത്യാസങ്ങളൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അജ്മീറിലെത്തുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് എതിരിട്ടത് ഇത്തരത്തിലുള്ള ഈ ഉച്ചനീചത്വങ്ങളോടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അന്ന് ആളുകളെ ഏറ്റവും പേടിച്ചിരുന്ന കാര്യങ്ങൾ, ഒന്നാമത്തത് രാജാവിനെയാണ്, രണ്ടാമത്തത് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസാണ്, മൂന്നാമത്തത് വിശപ്പാണ്. ഈ 3 കാര്യങ്ങൾക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ ആരോട് പരാതി പറയാൻ പറ്റും, രാജാവിനെതിരെ ആരോട് പരാതി പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആൻസർ ആദ്യമായിട്ട് കിട്ടുന്നത് പലപ്പോഴും സൂഫികളോട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ രാജാക്കന്മാരോട് എതിരിടാൻ കെൽപ്പുള്ളവരായിട്ട് ഉണ്ടായിരുന്നത് സൂഫികളായിരുന്നു, അല്ലെങ്കിൽ രാജാക്കന്മാർ പോലും ഭയന്നിരുന്നത് സൂഫികളായിരുന്നു. ഒരു സംഭവം ഓർക്കുന്നത്, മിയാമീർ എന്ന സൂഫിയുണ്ട്. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിൻ്റെ കാലത്താണ് മിയാമീർ ഉള്ളത്. അപ്പോൾ മിയാമീറിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാൻകായിലേക്ക് ഒരിക്കൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ കടന്നു വന്നു. അപ്പോൾ ജഹാംഗീറിൻ്റെ ഉദ്ദേശം, ജഹാംഗീർ അന്ന് ഡക്കാൻ പടയോട്ടത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ ഈ പടയോട്ടത്തിന് വേണ്ടി പോകുമ്പോൾ സൂഫിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോയാൽ പടയോട്ടം ജയിക്കുമെന്ന് അദ്ദേഹം ധരിച്ചു. അപ്പോൾ ഈ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയാണ് മിയാമീറിനെ കാണാൻ വേണ്ടി വരുന്നത്. സാധാരണഗതിയിൽ ചക്രവർത്തിമാരങ്ങനെ മറ്റൊരാളെ കാണാൻ അങ്ങോട്ട് പോകുന്ന സമ്പ്രദായമില്ല. പക്ഷേ ജഹാംഗീർ വന്നപ്പോൾ ഈ മിയാമീറിൻ്റെ കൊച്ചു കുടിലിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മുരീദ് ചക്രവർത്തിയെ തടഞ്ഞു. മുഗൾ ചക്രവർത്തിയെ തടയുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണത്. പക്ഷേ തടഞ്ഞിട്ട് പറഞ്ഞു, അല്പം വെയിറ്റ് ചെയ്യണം, സൂഫി ധ്യാനത്തിലാണ്. ചക്രവർത്തി വെയിറ്റ് ചെയ്തു. പിന്നീട് കടന്നു വന്നപ്പോൾ ഈ കാൻഗാഹിനടുത്തൊരു സംഭവം നടക്കുകയാണ്. ഒരു വ്യക്തി, ഒരു മുരീദ്, ഒരു നാണയത്തുട്ട് എടുത്തിട്ട് സൂഫിക്ക് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല, അടുത്ത കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാണയത്തുട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ വിശപ്പൊന്നുമില്ല, അടുത്ത ആൾക്ക് കൊടുത്തോളൂ. അങ്ങനെ ഇതിങ്ങനെ എല്ലാവർക്കും കൊടുത്തു, ആരും വാങ്ങിക്കുന്നില്ല. അതിനിടയിലാണ് ഈ ചർച്ച ഇങ്ങനെ നടക്കുന്നുണ്ട്, ചക്രവർത്തിയും സൂഫിയും തമ്മിൽ. അവസാനം ഈ നാണയം കറങ്ങിത്തിരിഞ്ഞ് സൂഫിയുടെ അടുത്ത് വീണ്ടും വന്നു. അപ്പോൾ സൂഫി ചോദിച്ചു, ഇത് ആർക്കും വേണ്ടേ? ആർക്കും വേണ്ട. അപ്പോൾ സൂഫി പറഞ്ഞു, ഇങ്ങോട്ട് കൊടുത്തോളൂ. സ്വന്തമായൊരു സാമ്രാജ്യമുണ്ടായിട്ട്
അതിൽ തൃപ്തി വരാതെ അടുത്ത് ഡെക്കാൻ ആക്രമിക്കാൻ പോകുന്ന വ്യക്തിയാണ് വന്നിരിക്കുന്നത്, കൊടുക്കുന്നത്. നമുക്ക് ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിക്ക് ഒരു നാണയത്തൊട്ട് ഇട്ട് കൊടുത്തിട്ട് പരിഹസിക്കാൻ ധൈര്യമുള്ള ഏക വ്യക്തി. ജഹാംഗീറിന് വലിയ അമർഷം ഉണ്ടായി, പക്ഷെ ഒന്നും മിണ്ടാതെ അദ്ദേഹം ഒന്നും പ്രതികരിക്കാതെ വളരെ ഭവ്യതയോടെ തിരിച്ചിറങ്ങിപ്പോന്നു. ഇത് സൂഫികൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഒന്നോ രണ്ടോ വ്യക്തികളുടെ കഥയല്ല. അതുകൊണ്ട് എപ്പോഴും ജനങ്ങളെ ഒരു ആശ്രയമായിട്ടാണ് ഇത്തരം ആളുകളെ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിശ്തി അന്ന് അറിയപ്പെട്ടത് ഗരീബ് നവാസ് എന്നാണ്, ബെനിഫാക്ടർ ഓഫ് ദ പുവർ, പാവങ്ങളുടെ തോഴൻ. ആ വാക്ക് ഇന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അത് വലിയ അത്ഭുതമായി നമുക്ക് തോന്നണമെന്നില്ല. പക്ഷെ ആ കാലത്തൊരു അത്ഭുതമാണ്. കാരണം എന്തെന്നറിയോ? സമ്പന്നരായ ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ പാവപ്പെട്ട ആളുകളെ അവരുമായിട്ട് കൂട്ടുകൂടാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാത്രവുമല്ല, കൊട്ടാരങ്ങളിലൊക്കെ നിങ്ങളൊരു പ്രഭുവാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് രാജാവ് നിങ്ങളുടെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്ര വലിയ വീട് വേണം, ഇത്ര സർവൻസ് വേണം, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രയും സ്വാധീനമുള്ള ആളുകൾ പാവങ്ങളുമായി കൂട്ടുകൂടുന്നു എന്നുള്ളത് തന്നെ ആ കാലത്തെ ഏറ്റവും വലിയ സന്ദേശമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, ഇത്തരം ദർഗകളിൽ പോകുമ്പോൾ അവിടെ മതമോ അല്ലെങ്കിൽ മതം, ജാതി, അതേപോലെ ലിംഗവ്യത്യാസം, സ്ത്രീ പുരുഷൻ ഇതൊന്നും ഇല്ലാതെ എല്ലാവർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഇടങ്ങളായിട്ട് അവശേഷിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്തരം ദർഗകൾ എന്നുള്ളത്. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ചിസ്തി സിൽസില പൂർണ്ണമായിട്ടും പരിശോധിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. അതിൽ വരുന്ന ഓരോ പ്രധാന വ്യക്തികളും എങ്ങനെയാണ് ഈ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ഐക്യബോധം സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളത്. ഖ്വാജ തങ്ങളുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി. ഡൽഹിയിലാണ് അദ്ദേഹത്തിൻ്റെ ദർഗയുള്ളത്. ബക്തിയാർ കാക്കി ഡൽഹിയിലെ മെഹ്റോലിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അത് ഖ്വാജ തങ്ങളുടെ കാലത്ത് തന്നെ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയക്കുകയും അദ്ദേഹം അവിടെ ജീവിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സഹവർത്തിത്വത്തിൻ്റെ വക്താവായി ജീവിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാലത്ത് ഡൽഹിയിൽ 2 സുൽത്താൻമാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. ആദ്യം ഖുതുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഡൽഹി സുൽത്താനേറ്റിൻ്റെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള രാജാവ് സുൽത്താൻ. രണ്ടാമത്തെ ആൾ ഇൽത്തുമിഷ്. അപ്പോൾ ഈ ഖുതുബുദ്ദീൻ ഐബക്ക് നമ്മൾ പറയുന്ന കുത്തബ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത് പോലും ഈ സൂഫിയുടെ ഒരു സ്മരണാർത്ഥമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 വ്യക്തികൾ ശിഷ്യന്മാരായി ഉണ്ടായിരുന്ന ആളാണ് ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ, ഡൽഹി എന്ന ആ ഒരു നഗരത്തിൽ ആ കാലം മുതൽ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു വക്താവായി അദ്ദേഹം ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു വലിയ പ്രത്യേകത നോക്കൂ, മെഹ്റോലിയിലാണ് അദ്ദേഹത്തിൻ്റെ ദർഗയുള്ളത്. ഈ ദർഗയിൽ മുഗൾ ചക്രവർത്തിമാരിൽ 7 ചക്രവർത്തിമാരുടെ ഖബറുള്ളത് ഈ ദർഗയിലാണ്. സാധാരണഗതിയിൽ ഔറംഗസീബ് വരെയുള്ള ചക്രവർത്തിമാരെല്ലാം, ഔറംഗസീബിന് തൊട്ട് മുമ്പ് ഷാജഹാൻ വരെയുള്ള എല്ലാ മുഗൾ ചക്രവർത്തിമാരും അവർക്ക് വേണ്ടി വലിയ കുടീരങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ഔറംഗസീബ് മുതലുള്ള ചക്രവർത്തിമാർ ഈ സൂഫികളുടെ ദർഗക്കരികിൽ അവർക്ക് ഖബറിന് സ്ഥലം തേടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 7 പേരുടെ ഖബറുണ്ട് ഈ ഇതിനടുത്ത്. 4 മുഗൾ ചക്രവർത്തിമാരുടെ ഖബറുണ്ട് നിസാമുദ്ദീനിൽ. അതിന് പുറമെ ഹുമയൂൺ ടോംബ് പഴയ നിസാമുദ്ദീൻ ദർഗയുടെ അങ്കണത്തോട് ചേർന്ന് കൊണ്ടാണ് നിസാമുദ്ദീനിലെ ഹുമയൂൺ ടോംബ് ഉള്ളത്. അതിനകത്ത് ധാരാളം പേര് വേറെയുണ്ട്, രാജകുമാരന്മാർ വേറെയുണ്ട്. അപ്പോൾ ഈ ആളുകളെയെല്ലാം തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട്, ഒരു വലിയ ആത്മീയ ശക്തിയായിട്ട് ഇവർ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്
എത്രത്തോളം ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തെ ചേർത്ത് പിടിച്ചു എന്ന് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിപ്പോകുന്നൊരു കാര്യമുണ്ട്. ഈ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ദർഗയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു വലിയ ആഘോഷമുണ്ട്. ഫൂൽ വാലോൻ കി ഷയർ എന്നാണ് അതിന് പറയുക. ഫൂൽ വാലോൻ കി സയർ. ഫൂൽ വാലോൻ കി സയറിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഡൽഹിയിൽ ഹിന്ദു മുസ്ലിം അതേപോലെ എല്ലാ മതങ്ങളുടെയും മൈത്രിയുടെ വലിയ ചിഹ്നമായിട്ട് ഇന്നും എടുത്തു കാണിക്കപ്പെടുന്നൊരു വലിയ ആഘോഷമാണ് ഫൂൽ വാലോൻ കി സയർ എന്ന് പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഷാ രണ്ടാമൻ്റെ കാലത്താണ് ഫൂൽ വാലോൻ കി സയർ എന്ന് പറയുന്ന ഈ ആഘോഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഫൂൽ വാലോൻ കി സയറിൻ്റെ ഒരു വലിയ പ്രത്യേകത, അക്ബർ ഷാ രണ്ടാമൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ജഹാംഗീർ മീർസ എന്ന് പറയുന്നൊരു രാജകുമാരനുണ്ടായിരുന്നു. അപ്പോൾ ആ കാലമായപ്പോഴേക്ക് ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ നിയന്ത്രണം ഏകദേശം കയ്യിലൊതുക്കിയ ഒരു കാലം കൂടെയാണ് അക്ബർ ഷാ രണ്ടാമൻ്റെ കാലഘട്ടം. അത് പിൽക്കാല മുഗൾ കാലഘട്ടമാണ്. അപ്പോൾ ഈ അക്ബർ ഷാ രണ്ടാമൻ്റെ കാലത്ത് ഒരിക്കൽ ഈ ഇംഗ്ലീഷുകാരുമായുള്ള ഈ തർക്കത്തിൻ്റെ പേരിൽ അത് ഈ മിർസ ജഹാംഗീർ ഡൽഹി ചെങ്കോട്ടയിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് റെസിഡൻറ്റിനെ വെടിവെച്ചു. അങ്ങനെ ഇംഗ്ലീഷുകാർ ആ പ്രശ്നത്തിൽ ഇടപെടുകയും അദ്ദേഹത്തെ കൊട്ടാരത്തിന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മകൻ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ കുത്തുബ് ഷാ എന്നാണ് വിത്ത് റെസ്പെക്റ്റ് അവർ വിളിക്കുന്നത്. അപ്പോൾ കുത്തുബ് ഷായുടെ അടുത്ത് ഞാനിങ്ങനെ ഒരു പുഷ്പം കൊണ്ടുള്ള ചദർ സമർപ്പിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ ഈ മകൻ റിലീസ് ചെയ്യപ്പെട്ടു, ജയിലിൽ നിന്ന് മോചിതനായി. അപ്പോൾ ഇവർ വലിയ ആഘോഷപൂർവ്വം ഡൽഹി, അന്നത്തെ ചെങ്കോട്ട, ഇന്നത്തെ ഓൾഡ് ഡൽഹിയിൽ നിന്നും വലിയ ആഘോഷപൂർവ്വം സൗത്ത് ഡൽഹിയിൽ വന്നിട്ട് ഈ വലിയൊരു ചദർ അവിടെ സമർപ്പിച്ചു. പിന്നീട് എല്ലാ വർഷവും ഈ കൃത്യം ഈ മാസമാവുമ്പോൾ, ഈ സമയമാവുമ്പോൾ ഡൽഹിയിൽ നിന്നും മുഗൾ ചക്രവർത്തിയും അതേപോലെ വലിയ പരിവാരങ്ങളും ചേർന്നിട്ട് വലിയ ഒരു ജാഥയായിട്ട് സൗത്ത് ഡൽഹിയിൽ വരികയും ഈ ചദർ സമർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനടുത്തൊരു ക്ഷേത്രമുണ്ട്, യോഗമായ എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേര്. അപ്പോൾ ഈ ചദർ സമർപ്പിക്കാൻ വരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിലേക്കും ഈ ഒരു വലിയ കാണിക്കകൾ സമർപ്പിക്കും. അങ്ങനെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു ഫൂൽ വാലോൻ കാ സയർ എന്ന് പറയുന്ന ഈ ആഘോഷം വലിയ മതമൈത്രിയുടെ ഒരു ഭാഗമായിട്ട് ഡൽഹിയിൽ മാറി. 1857 കലാപം നടക്കുന്ന സമയത്ത് ആ കലാപം ഏറ്റവും അധികം ബാധിച്ച ഒരു നാട് ഡൽഹിയാണ്. അതിൻ്റെ ഒരു നേതാവ്, ഏറ്റവും വലിയ നേതാവ് അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനാണ്. ആ കലാപ സമയത്ത് പോലും അദ്ദേഹം ഫൂൽ വാലോൻ കാ സയർ ആഘോഷം എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങളുടെ ഈ ഐക്യം കാത്തു സൂക്ഷിക്കാനും രാജവംശത്തിന് ഈ ഒരു സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇംഗ്ലീഷുകാർ ഫൂൽ വാലോൻ കാ സയർ സ്റ്റോപ്പ് ചെയ്യിച്ചു. പിന്നീട് കുറച്ച് നാളത്തേക്ക് അത് തുടരാൻ അവർ സമ്മതിച്ചില്ല. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ ഗാന്ധി അവിടെ എത്തി. ഗാന്ധി ഇവിടെ എത്താൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. 1947 ഇന്ത്യ പാക് വിഭജനം ഉണ്ടായപ്പോൾ ഏതോ ചില ആളുകൾ ദർഗയുടെ കുത്തബ് ഷാ ദർഗയുടെ ചില ഭാഗങ്ങൾ കേടുവരുത്തി. അത് ഗാന്ധിയെ വല്ലാതെ വേദനിപ്പിച്ചു. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം അവസാനമായിട്ട് അവിടെ വരുന്നത് 1948 ജാനുവരി 27 ആ ഡേറ്റിന് പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത മൂന്നാം ദിവസമാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത് എന്നുള്ളതാണ്. ജാനുവരി 30 ഗാന്ധി കൊല്ലപ്പെടുന്നത്. ജാനുവരി 27 ഗാന്ധി മെഹ്റോലിലെ ദർഗയിൽ വരുന്നു. അദ്ദേഹം നെഹ്റു, അന്നത്തെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന് പ്രത്യേകമായ ഒരു റിക്വസ്റ്റ് കൊടുത്തു. നെഹ്റുവിനോട് പറഞ്ഞു, ഇത് റീകൺസ്ട്രക്ട് ചെയ്യണം. നെഹ്റു 50,000 രൂപ ആ കാലത്തെ 50,000 റുപ്പീസ് അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. മാത്രവുമല്ല, ഫൂൽ വാലോൻ കാ സയർ എന്ന ഈ ആഘോഷം പ്രത്യേക താല്പര്യമെടുത്ത് നെഹ്റു വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇന്നും ഫൂൽ വാലോൻ കാ സയർ അവിടെ നടക്കുന്നുണ്ട്. ആ ഫൂൽ വാലോൻ കാ സയറിൽ എല്ലാ വിഭാഗം ആളുകൾ അണിചേരുന്നുണ്ട്. യോഗമായ ക്ഷേത്രത്തിലും അവർ അതിൻ്റെ ഭാഗമായിട്ട് ഡൊണേഷൻ നൽകുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കലുഷിതമായിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ പോലും മനുഷ്യൻ പലതരത്തിലുള്ള വേർതിരിവുകൾക്ക് വിധേയമാകുന്ന ഒരു കാലത്ത് പോലും ഇങ്ങനെ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന, ഒരു കണ്ണിയിൽ ചേർക്കുന്ന ചില ആഘോഷങ്ങളും ആചാരങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിൽ
ഈ സൂഫിമാർ വഹിക്കുന്ന പങ്ക് അന്നും ഇന്നും വളരെ വലുതാണ് എന്നുള്ളതാണ്. കുതുബ് ഷാ അദ്ദേഹത്തിൻ്റെ, അതുകൊണ്ട് തന്നെ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ ആഗ്രഹിച്ചത് അദ്ദേഹവും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഖബർ ഇവിടെ വേണമെന്നായിരുന്നു. അദ്ദേഹവും ഒരു ഖബർ വെട്ടി അവിടെ. 8ാമത്തെ ഖബർ ഈ ദർഗക്കരികെ കുഴിക്കുന്നത്, ആ ഖബർ കുഴിക്കുന്നത് ബഹാദൂർ ഷാ ജഫറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഖബറിൽ കിടക്കാൻ അദ്ദേഹം സാധിച്ചില്ല. 857 കലാപം കഴിഞ്ഞപ്പോൾ മുഗളന്മാർ തോറ്റുപോയി. ബഹാദൂർ ഷാ ഇംഗ്ലീഷുകാർ പിടിച്ചു കെട്ടി റങ്കൂണിലേക്ക് നാട് കടത്തി. ഇന്നും ആ ഖബർ മൂടപ്പെടാത്ത ഖബറായിട്ട് അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു പാരമ്പര്യം ഡൽഹിക്ക്, ഈ ഒരു സാഹോദര്യത്തിൻ്റെ പാരമ്പര്യം നൽകുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് ശിഷ്യനായിരുന്നു ബാബ ഫരീദ് ഗഞ്ച് ഷക്കർ. അത്ഭുതമാണ്, നിങ്ങൾ ആ ഒരു ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലൊരു സ്ഥലമുണ്ട്, അതിൻ്റെ പേര് ഫരീദ് കോട്ട്. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ ഇതാ കാണാൻ പറ്റും. ഫരീദ് കോട്ട് ഡിസ്ട്രിക്റ്റാണ്, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് ഫരീദ് കോട്ട് എന്നുള്ളത്. പഞ്ചാബിൽ ഏറ്റവും അധികം റെസ്പെക്റ്റ് ഇടുന്ന സൂഫിയാണ് ഈ ബാബ ഫരീദ് ഗഞ്ച് ഷക്കർ എന്ന് പറയുന്നത്. ഈ സിൽസിലയിൽ വരുന്ന അടുത്ത വ്യക്തിയാണ്. നോക്കൂ, എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ശരിക്കും ഫരീദ് കോട്ട് എന്ന ജില്ലക്ക്, ആ സ്ഥലത്തിന് ഫരീദ് കോട്ട് എന്ന പേര് വരുന്നതിന് പിന്നിലൊരു കഥ ഈ ഫരീദ് കോട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ഗസറ്റിയറിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ആ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫരീദ് കോട്ടിൽ നേരത്തെ മുഗൾ സായ് എന്ന് പറയുന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ മുഗൾ സായ് ഒരിക്കൽ ഈ ഫരീദ്, അപ്പോൾ അവരാണ് ഈ നഗരം ആദ്യമായി ഉണ്ടാക്കിയത്. അന്നതിൻ്റെ പേര് മുഗൾ ഹാർ എന്നാണ്. ഈ മുഗൾ ഹാർ എന്ന നഗരത്തിൽ ഒരു കോട്ട പണിയാൻ വേണ്ടിയിട്ട് മുഗൾ സായ് തീരുമാനിച്ചു. ഈ കോട്ട പണിയുന്ന സമയത്ത് ആ കാലത്ത് രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ കോട്ട പണിയൊക്കെ നടക്കുകയാണെങ്കിൽ അതിൽ ജനങ്ങളുടെ ഫ്രീ സർവീസ് അവർ നിർബന്ധമായിട്ട് പിടിച്ചു വാങ്ങും. അതായത് ആളുകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നീ ജോലി ചെയ്തിട്ട് പോയാൽ മതി, ഇത്ര ദിവസം ഇവിടെ തങ്ങെന്ന് പറയും. അങ്ങനെ കുറേ ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി ബലമായിട്ട് കോട്ടയുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഇങ്ങനെ തലയിൽ കൊട്ടയൊക്കെ വെച്ചിങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊട്ട മാത്രം ഈ തലയിൽ പതിയുന്നില്ല. ഇത് ഈ ഭടന്മാർ ശ്രദ്ധിച്ച് കിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനും ഫീൽ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ ചെറുപ്പക്കാരനെ ഫ്രീ ആക്കുക. അങ്ങനെ ഫ്രീ ആക്കി. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ചില പ്രത്യേകതകൾ രാജാവ് ദർശിച്ചു. ആ വ്യക്തിയായിരുന്നു ബാബ ഫരീദ്. രാജാവിന് പിന്നീട്, മുഗൾ സായിക്ക് പിന്നീട് വലിയ വിഷമം തോന്നി. അങ്ങനെ അദ്ദേഹം ആ കോട്ട പണി തീർന്നു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിന് പേര് മാറ്റി. അതാണ് ഫരീദ് കോട്ട്. ഞാനിത് ഈ കഥ പല പുസ്തകത്തിലും ഇങ്ങനെ കണ്ട്. അവസാനമായിട്ട് ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ കഥ ഫരീദ് കോട്ട് ഡിസ്ട്രിക്റ്റ് ഗസറ്റിൽ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കഥ. അങ്ങനെ പേര് മാറ്റുകയും പിന്നീട് മുഗൾ സായ്, ആ രാജവംശം അവരുടെ തലസ്ഥാനം തന്നെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു. ബാബ ഫരീദിൻ്റെ വലിയ നിങ്ങൾക്ക് ഇന്നും ഫരീദ് കോട്ട് എന്ന പേരുള്ള ഡിസ്ട്രിക്റ്റ് അവിടെയുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം എന്താ പറയുക, എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് അവരെക്കാൾ കൂടുതൽ, മുഗൾ സായേക്കാൾ കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത് ഇന്നത്തെ പഞ്ചാബികളാണ്. ഫരീദ് കോട്ടിൻ്റെ പോപ്പുലേഷൻ നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിൽ കാണാൻ പറ്റും, അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബിലോ 1% ആണ്. 0.50 ലൈക്ക് ദാറ്റ്. 1% പോലും മുസ്ലിങ്ങളില്ലാത്ത നാട്ടിൽ ഒരു മുസ്ലിം സൂഫിയുടെ പേര് അവർ വളരെ ബഹുമാനത്തോടെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഇന്ന് ഒരുപാട് പ്രദേശങ്ങളിൽ അങ്ങനെ പേരുകളുണ്ട്. അതിൽ എല്ലാ മതങ്ങളുടെ പേരുകളും എല്ലാ നാട്ടിലും ഉണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു ന്യൂസ് ഇപ്പോൾ കുറേ പേരുകൾ മാറ്റിയല്ലോ. ഔറംഗാബാദിൻ്റെ പേര് മാറ്റിയിട്ട് സംഭാജി നഗർ ആകുന്നു. ഡൽഹിയിൽ ഔറംഗസേബ് റോഡിൻ്റെ പേര് മാറ്റുന്നു. അപ്പോൾ അതേപോലെ ഈ അടുത്ത ന്യൂസ് ഡൽഹിയിൽ മുഹമ്മദ്പൂർ എന്ന സ്ഥലമുണ്ട്, അതിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ പരാതി കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ രാമപുരം എന്ന സ്ഥലമുണ്ട് അല്ലേ. അപ്പോൾ ആളുകൾ അങ്ങനെ പലരും താമസിക്കുന്ന സ്ഥലമുണ്ട്.
ഒരു സമുദായം താമസിക്കുന്ന സ്ഥലത്തിന് മറ്റൊരു സമുദായത്തിൻ്റെ പേര് വേണ്ടെന്ന് വാശി പിടിക്കുന്നൊരു ശൈലിയുണ്ടല്ലോ. ആ ഒരു കാലത്ത് പോലും ഫരീദ് കോട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത്രയും റെസ്പെക്റ്റ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ കാരണമെന്നറിയോ? പഞ്ചാബിൻ്റെയും സിഖ് സമുദായത്തിൻ്റെയും ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ സൂഫിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് ആദ്യമായിട്ട് പഞ്ചാബി ഭാഷയിൽ കവിത എഴുതുന്നത്. അങ്ങനെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്, ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കമ്പോസ് കപ്ലറ്റ്സ് ഇൻ പഞ്ചാബി ലാംഗ്വേജ്, പഞ്ചാബി ഭാഷയിൽ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരുപാട് വാക്യങ്ങൾ ആദി ഗ്രന്ഥ് ഗുരു ഗ്രന്ഥ സാഹിബിലുണ്ട്. ഗുരു ഗ്രന്ഥ സാഹിബിൽ അദ്ദേഹത്തിൻ്റെ ഒത്തിരി വാക്കുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലങ്ങൾക്ക് ഗുരു നാനാക്കും ബാബ ഫരീദും തമ്മിൽ 2 നൂറ്റാണ്ടിലധികം വ്യത്യാസമുണ്ട്. 2 നൂറ്റാണ്ടിലധികം വ്യത്യാസമുണ്ട്. പക്ഷേ ഈ പഞ്ചാബിലെ ആളുകളെ ബാബ ഫരീദ് സ്വാധീനിക്കുകയും ഗുരു നാനാക്കിൻ്റെ കാലത്ത് അദ്ദേഹം അജോദാൻ, പാക്കപ്പട്ടൻ എന്നാണ് പഴയ പേര്, ഇപ്പോഴത്തെ പേര് അജോദാൻ എന്നാണ് അറിയപ്പെടും. അവിടെ ആണ് ഈ സൂഫി ഉണ്ടായിരുന്നത്, ദർഗ. അപ്പോൾ ഈ പാക്കപ്പട്ടനിൽ വന്നിട്ട് ഒരുപാട് ദിവസങ്ങൾ ഗുരു നാനക്ക് കഴിച്ചു കൂട്ടുകയും അവിടെ വെച്ചിട്ട് ബാബ ഫരീദിൻ്റെ വാക്യങ്ങൾ അദ്ദേഹം ശേഖരിക്കുകയും പിൽക്കാലത്ത് ആദി ഗ്രന്ഥിൽ ആ വാക്കുകൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. ഒരു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വേറൊരു സൂഫിയുടെ വാക്യം ഉൾക്കൊള്ളിക്കുന്ന ഒരു അപൂർവത അത് വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഞ്ചാബിനെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ നോക്കി കാണാൻ നിങ്ങൾക്ക് ബാബ ഫരീദ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് പഞ്ചാബിൻ്റെ പോപ്പുലേഷനിൽ മുസ്ലിം ജനസംഖ്യയുടെ ശതമാനം ചിരിയുള്ളൂ എന്നുള്ളതാണ്. അത് ചേർത്ത് വായിക്കുമ്പോഴാണ് ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുക. അഥവാ അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ല, അതാണ് ഞാൻ പറയുന്നത്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ല എന്നുള്ളത്. ഇനി വേറെ ഏറ്റവും അധികം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, സത്യത്തിൽ മുസ്ലിങ്ങളും സിഖുകാരും തമ്മിൽ വലിയ 2 വൈരുദ്ധ്യങ്ങളിലേക്ക് വരേണ്ട ഒരു സമുദായമായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ. കാരണം സിഖുകാരും മുഗളന്മാരും തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിഖ് സമുദായത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് 10 ഗുരുക്കളാണ്. ഗുരു നാനാക്ക് മുതൽ ഗുരു ഗോബിന്ദ് സിംഗ് ഇങ്ങനെയുള്ള 10 ആളുകളാണ്. ആ 10 പേരിൽ 2 പേരെ മുഗൾ രാജാക്കന്മാർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ പ്രശ്നമാണ്. അതിൽ സിഖുകാർ മാത്രമല്ല, അങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട സൂഫികളുമുണ്ട് ആ കൂട്ടത്തിൽ കേട്ടോ. അല്ലേ, ഡൽഹിയിൽ ഓൾഡ് ഡൽഹി പോയി കഴിഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിന് തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് കടും ചുവപ്പ് പെയിൻറ്റ് ചായം അടിച്ച ഒരു സൂഫിയുടെ ദർഗ കാണാൻ പറ്റും. അപ്പോൾ അത് ഔറംഗസീബിൻ്റെ കാലത്ത് എക്സിക്യൂട്ട് ചെയ്ത സൂഫിയാണ്. അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ സൂഫി സർമാദ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രശ്നം മുഗളന്മാരും സിഖുകാരും തമ്മിലുള്ള പ്രശ്നം മുഗളന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമായി മാറിയില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 2 ആളുകൾ തമ്മിലുള്ള പ്രശ്നം 2 സമുദായങ്ങളുടെ പ്രശ്നമായി മാറിയില്ല. മാത്രവുമല്ല, ഒരിക്കലും ഔറംഗസീബിൻ്റെ കാലത്ത് ഗുരു ഗോബിന്ദ് സിംഗിൻ്റെ 2 പുത്രന്മാരെ മുഗൾ സൈന്യം പിടികൂടി. അപ്പോൾ അതെല്ലാം രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട ഞാനിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ 2 കുട്ടികളെ അന്നത്തെ മുഗൾ ഗവർണർ, ഈ പഞ്ചാബ് ഭാഗത്തുണ്ടായിരുന്ന ഗവർണർ കൊല്ലാൻ വേണ്ടി, സർഹിന്ദ് ഗവർണറായിരുന്ന വസീർ ഖാൻ അവരെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിധിച്ചു. അപ്പോൾ ഈ വസീർ ഖാൻ ഈ കുട്ടികളെ വധിക്കാൻ വേണ്ടി വിധിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഷേർ മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നൊരു പ്രഭു ഉണ്ടായിരുന്നു. ഈ ഷേർ മുഹമ്മദ് ഖാൻ മലേർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നവാബും കൂടിയാണ്, മുഗൾ പ്രഭുവും കൂടെയാണ്. ഷേർ മുഹമ്മദ് ഖാൻ്റെ റിലേറ്റീവും കൂടെയാണ് ഈ കുട്ടികളെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ട വസീർ ഖാൻ. വസീർ ഖാനോട് പറഞ്ഞു, ഇത് ശരിയല്ല, കുട്ടികളെ കൊല്ലുന്ന നീതിയല്ല. അദ്ദേഹം വിശുദ്ധ ഖുർആനിലുള്ള സൂറത്തുകൾ അധ്യായങ്ങൾ ഓതിയിട്ട് പറഞ്ഞിട്ട് കോർട്ടിൽ സംസാരിച്ചു. പക്ഷെ വസീർ ഖാൻ കേട്ടില്ല, ആ കുട്ടികളെ എക്സിക്യൂട്ട് ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷേർ മുഹമ്മദ് ഖാൻ കൊട്ടാരം ആ ഏരിയ വിട്ടുപോയി. ഇത്
സിഖ് ഗുരുവായിരുന്ന ഗുരു ഗോബിന്ദ് സിംഗ് അറിഞ്ഞു. അന്ന് ഗോബിന്ദ് സിംഗ് പറഞ്ഞൊരു ഒരു വേർഡ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഹിസ് റൂട്ട് ഷാൾ റിമെയിൻ ഫോർ എവർ ഗ്രീൻ. ആ റൂട്ട് ഷേർ മുഹമ്മദ് ഖാൻ്റെ ആ വേരുകൾ എക്കാലത്തും പച്ച പിടിച്ചിരിക്കണം ഈ നാട്ടിൽ. അതാണ് ഈ നാടിൻ്റെ വേര്. അത് കുറ്റിയറ്റി പോകാൻ പാടില്ല. ആ വേരുകൾ നമ്മൾ പച്ചയായി സൂക്ഷിക്കണം. മലർക്കോട്ട് എന്ന ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്താൽ കാണാൻ പറ്റും. 2 വർഷങ്ങൾക്ക് മുമ്പ് 2021 അതിനെ ഒരു ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി കഴിഞ്ഞ അമരീന്ദർ സിംഗ് ഗവൺമെൻറ്. നോക്കൂ, ആ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിച്ച സമയത്ത് പലതരം വിമർശനങ്ങളുണ്ടായി. അത് ആ ഒരു കുഞ്ഞു പ്രദേശത്ത് മാത്രം കുറേ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ കിട്ടിയിട്ടും 48 ആക്സസ് ട്രീറ്റി ഓഫ് ആക്സസിന് ഒപ്പുവെച്ചിട്ട് മലർക്കോട്ട് എന്ന് പറയുന്ന ആ നവാബിൻ്റെ രാജ്യം ഇന്ത്യയിൽ കൂടിച്ചേരുന്നത് വരെ അതൊരു മുസ്ലിം രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ 47 ഇന്ത്യ പാക് വിഭജനം ഉണ്ടായി. പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഒരുപാട് ആഭ്യന്തര കലാപങ്ങളും സാമുദായിക പ്രശ്നങ്ങളും ഉണ്ടായി അവിടെ. പക്ഷേ മലർക്കോട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. ഇറ്റ് വാസ് കാം ആൻഡ് ക്വയറ്റ്. ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അത്രയും കാലം ഒരു സിഖ് ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം രാജ്യം നിലനിന്നു എന്നുള്ളതാണ്. അത് അവസാനമായിട്ട് അതിനെ ഈ 2021 പോലും ഒരു ജില്ലയാക്കാൻ ആ ഒരു സമൂഹം ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കൊടുക്കലിൻ്റെയും വാങ്ങലിൻ്റെയും വലിയൊരു പാരമ്പര്യം നമുക്ക് ചിസ്തീസ് എല്ലാ സൂഫികളിലുണ്ട്. ഞാൻ ചിസ്തി സിൽസിലെ മാത്രം ഇങ്ങനെ പറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ബാബ ഫരീദിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ശൈലിയിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട സൂഫിയായിരുന്നു ഡൽഹിയിൽ പിന്നീട് നമ്മൾ കാണുന്ന ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഡൽഹിയെ ഏറ്റവും വലിയ സൂഫി കേന്ദ്രമാക്കിയത്, അല്ലെങ്കിൽ ഡൽഹി അങ്ങനെ ആയി മാറിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണെന്നാണ് പറയാം. ശരിക്ക് നിസാമുദ്ദീൻ എന്നുള്ളത് ഇപ്പോൾ ഒരു സ്ഥലം കൂടെയാണ്. ആ നാടിൻ്റെ പഴയ പേര് ഗയാസ്പൂർ എന്നാണ്. ഗയാസ്പൂർ. അദ്ദേഹത്തിൻ്റെ താമസത്തിന് ശേഷമാണ് ആ നാടിന് ഗയാസ്പൂർ നിസാമുദ്ദീൻ എന്ന് പേര് മാറുന്നത്. നേരത്തെ കഴിഞ്ഞ ഡിസ്കഷനിൽ നിങ്ങളാരും ചോദിച്ചില്ലേ, സൂഫികൾ സന്യാസികളെ സ്വാധീനിച്ച പോലെ ഹിന്ദു സന്യാസിമാർ സൂഫികളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നിസാമുദ്ദീൻ ഔലിയെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം യോഗ പ്രാക്ടീസ് ചെയ്തിരുന്നു പറയുന്നുണ്ട്. യോഗ അതുകൊണ്ട് ആ കാലത്തെ ചില ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലെ ആളുകൾ അദ്ദേഹത്തെ സൂഫി എന്നല്ല സിദ്ധ് എന്നാണ് വിളിച്ചിരുന്നത് പറയുന്നത്. സിദ്ധൻ എന്ന അർത്ഥത്തിൽ. അദ്ദേഹത്തിൻ്റെ ഈ കാൻകാകളെ ചുറ്റിപ്പറ്റി, ഇപ്പോൾ എപ്പോഴും കാൻകാകളെ ചുറ്റിപ്പറ്റിയിട്ട് ധാരാളം ആളുകളുണ്ടാവും, കാരണം ഭക്ഷണം കിട്ടുമെന്നുള്ളത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കാൻകാകളെ ചുറ്റിപ്പെട്ട് ജീവിച്ച ആളുകളിൽ വളരെ വലിയൊരു ഒരു വിഭാഗം ആളുകൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഹിസ്റ്ററി പറയുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകളും സഹവസിക്കുന്ന ഒരു പാരമ്പര്യം ഇന്ന് മാത്രമല്ല അന്നും അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ സാധാരണക്കാരനും കാണാം, സമ്പന്നനും കാണാം എന്നുള്ളതാണ്. വിശപ്പ് അടക്കാൻ വേണ്ടി മാത്രം വരുന്ന ഈ പാവപ്പെട്ടവൻ്റെ കൂടെയാണ് രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന അമീർ ഖുസ്രു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരൊക്കെ കോർത്തിണക്കിയത് സ്നേഹത്തിൻ്റെ വലിയൊരു ചെങ്ങലയിലാണ്, ഒരു വലിയ ചെയിനിലാണ്. അമീർ ഖുസ്രുവിൻ്റെ മരണത്തെപ്പറ്റി പറയുമ്പോൾ പറയാറുണ്ട്, ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ തൻ്റെ ഗുരു മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന് വിഷാദ രോഗം പിടിപെട്ടു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രോഗത്തിലാണ് അമീർ ഖുസ്രു മരിച്ചു പോകുമെന്നും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയ ചെങ്ങല നമുക്ക് അവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഷെയ്ഖ് ചിറാഗി ദഹ്ലവി, അതേപോലെ ബുർഹാനുദ്ദീൻ ഗരീബ് എല്ലാം നമുക്കങ്ങനെ കാണാൻ പറ്റും. ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിക്കൊണ്ട് വലിയൊരു ജനസഞ്ചയത്തെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരിക്കൽ ഈ മുഹമ്മദിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് അദ്ദേഹം ഇന്ത്യയുടെ
തലസ്ഥാനം, ഇന്ത്യക്ക് ഒരു 2ാം തലസ്ഥാനം അദ്ദേഹം പണിയുകയുണ്ടായി ദൗലത്താബാദിൽ. ഡൽഹിയാണ് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ. അതിന് പുറമെ മറ്റൊരു തലസ്ഥാനം അദ്ദേഹം, സമയം വൈകുന്നുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. മറ്റൊരു തലസ്ഥാനം അദ്ദേഹം പണിയുകയുണ്ടായി. അപ്പോൾ ആ തലസ്ഥാനം പണിതപ്പോൾ ഡൽഹിയിൽ നിന്നും ഏകദേശം 1200 കിലോമീറ്റർ അപ്പുറത്താണ് ദൗലത്താബാദ് എന്ന ഈ നഗരം. ഇതിലേക്ക് എങ്ങനെ ആളുകളെ കൊണ്ടുവരും, ആളുകളെ എങ്ങനെ അവിടെ എത്തിക്കും, അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചൊരു ട്രിക്ക് എന്താണെന്നറിയോ? ഒരു സൂഫിയെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഷെയ്ഖ് ബുർഹാനുദ്ദീൻ ഗരീബ് ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു സൂഫി വന്നു കഴിഞ്ഞാൽ ആ സൂഫിയോട് കൂടെ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആയിരക്കണക്കായ ആളുകൾ അവിടേക്ക് വരും. ഇന്ന് നിങ്ങൾ ദൗലത്താബാദിൽ പോയാൽ, അവിടെയാണല്ലോ ഔറംഗാബാദ് ഉള്ളത് അല്ലേ? ഔറംഗസീബിൻ്റെ ഖബർ, കുൽത്താബാദ് എല്ലാം അവിടെയാണ്. ഇന്ന് ഡക്കാനിലെ ഏറ്റവും വലിയ സൂഫി കേന്ദ്രമാണ് ഈ ദൗലത്താബാദ് എന്ന് പറയുന്നത്. നിങ്ങൾ ഔറംഗാബാദിൽ പോയി കഴിഞ്ഞാൽ അത്രയധികം സൂഫി ദർഗകൾ വളരെ അടുത്തടുത്ത് സ്ഥിതി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിയ ജനസഞ്ചയം അവരുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഒരു ജനങ്ങളെ അവരുടെ വിശ്വാസത്തിനും അതേപോലെ അവരുടെ വർഗത്തിനും, അവരുടെ സമ്പന്നനാണോ ദരിദ്രനാണോ എന്ന വ്യത്യാസത്തിനും എല്ലാം അപ്പുറത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ശൃംഖല തന്നെയാണ് ആയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സ്വാധീനം ആ കാലത്ത് പ്രത്യേകിച്ചും ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഒരു കുറഞ്ഞ സമയത്തിനകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ശ്രമിച്ച കുറച്ച് കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സതീഷ് ചന്ദ്ര അടക്കമുള്ള ചരിത്രകാരന്മാർ അജ്മീർ ഖാജ തങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗത്തുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള എവിഡൻസുകളൊന്നും ലഭ്യമല്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ചരിത്രം അവർ പ്രസിദ്ധമാവുന്നതിനോട് കൂടെ ഖാജ തങ്ങൾ കൂടി പ്രസിദ്ധമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഖാജ തങ്ങളെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സോഴ്സായിട്ട് നമ്മൾ കാണേണ്ടത് ഏതാണ്? അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സോഴ്സുകളുണ്ട്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ജഹനാര ബീഗത്തിൻ്റെ പുസ്തകത്തിലൊക്കെ ഖാജ തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികമായിട്ട് കൊടുക്കുന്നുണ്ടോ? അതിനെ നമുക്കൊരു ഒതൻറ്റിക് സോഴ്സായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? സതീഷ് ചന്ദ്ര അങ്ങനെ പറയുന്നതിനൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ കാലത്ത് ഖാജ തങ്ങളുടെ ഒരു പ്രശസ്തി കൂടുതലും പുറം ലോകത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിന് ശേഷമാണ് എന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. ആ ഒരു കാലത്തെ പറ്റി വായിക്കുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അത് കറക്റ്റാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തി പുറം ലോകത്ത് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അതും കറക്റ്റാണ്. നിങ്ങൾ ആ ഒരു ശിഷ്യ പരമ്പരയുടെ ജോഗ്രഫി എടുത്താൽ നിങ്ങൾക്കത് കൃത്യമായി കാണാൻ പറ്റും. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ജീവിച്ച ആളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബക്തിയാർ കാക്കിയും അതേപോലെ ഷെയ്ഖ് ഹാമിദുദ്ദീൻ നാഗാവൂരി എന്ന് ഉദ്ദേശിച്ചത് നാഗാഊർ എന്നൊരു സ്ഥലം രാജസ്ഥാനിലുണ്ട്. ആ കാലത്തും ജീവിച്ച ആളുകളാണ്. പിന്നീട് തൊട്ടടുത്ത് വരുന്ന ബാബ ഫരീദ്, ഇവരെല്ലാം. അപ്പോൾ ഇവരൊക്കെ ഓരോ പ്രദേശങ്ങളിലേക്ക് ഈ സന്ദേശവുമായിട്ട് പോവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ് ഈ ഒരു സന്ദേശം ഇത്രയും പ്രചരിപ്പിച്ചതും ശരിയാണ്. സോഴ്സുകളായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ 2 തരം സോഴ്സുകളുണ്ട്. ഒന്നാമത്തത് ചരിത്രത്തിൽ ഉപയോഗിക്കുന്ന സോഴ്സുകൾ, ഇപ്പോൾ ഹിസ്റ്റോറിയൻസ് ഉപയോഗിക്കുന്ന സോഴ്സുകൾ. രണ്ടാമത്തത് അദ്ദേഹത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല പുസ്തകങ്ങളിലും അത് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുന്ന സോഴ്സുകൾ കുറവാണ്. ജഹാനാര ബീഗം ചെയ്തൊരു കാര്യം, ആ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സംസാരങ്ങൾ, ആളുകളിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള കാര്യങ്ങൾ, പിന്നീട് പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ വായിച്ചിട്ട് അത് ക്രോഡീകരിക്കുന്ന പോലെ എഴുതിയ പുസ്തകമാണ് മൂനിസുൽ അർവാഹ് എന്ന് പറയുന്നത്. അതൊരു സോഴ്സായി നമുക്ക് എടുക്കാം. അതിനകത്ത്
അതിനകത്ത് ചില സോഴ്സുകളെ പറ്റി അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അവർ തന്നെ, ഞാൻ പറഞ്ഞു സഫീനത്തുൽ ഔലിയ, അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് എന്ന് ജഹാനാര തന്നെ പറയുന്നുണ്ട്. പിന്നെ ജഹാനാരയുടെ പുസ്തകം കുഞ്ഞു ബുക്കാണ്, ഒരു ചെറിയ ബുക്കാണ്. അതിനകത്ത് ആദ്യ ഭാഗത്ത് തന്നെ ഇവർ ഖ്വാജ തങ്ങളുടെ ഒരു പരമ്പര കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതാണ് വലിയ ലെങ്തി, കുറച്ച് അധികം പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ആരാണ് സൂഫി, ആരാണ് മുരീദ്, എന്ത് ഗുണങ്ങളാണ് ഒരു മുരീദിനുണ്ടായിരിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പരമ്പരയിൽപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ആ പരമ്പരയിൽ ഉള്ള ആളുകളുടെ ഓരോ ചാപ്റ്റേഴ്സാണ് പിന്നെ അതിനകത്ത് കൊടുക്കുന്നത്. അതിൽ ബക്തിയാർ കാക്കയെ പറ്റിയും ബാബ ഫരീദിനെ പറ്റിയും അതേപോലെ ഷെയ്ഖ് നിസാമുദ്ദീനെ പറ്റിയൊക്കെയുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ്, ഒരു പേജ് മാത്രമുള്ള ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഒരു നല്ല സോഴ്സാണ്. അതിൽ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കിട്ടാവുന്നതിൽ ഒരു നല്ല സോഴ്സാണ് അത്. പിന്നെ സാറ് നേരത്തെ പറഞ്ഞല്ലോ ചിശ്തി സൂഫികളുടെ ഓർഡർ, അതായത് ഖാജ തങ്ങൾക്ക് മുമ്പുള്ള 16ഓളം പേരെ റസൂലുള്ള വരെയുള്ളവരെ എത്തിക്കുന്നുണ്ട്. സാധാരണ ചിശ്തി സരണി സ്ഥാപിച്ചത് അജ്മീർ ഖാജ എന്നുള്ള രീതിയിലുള്ള, ഇപ്പോൾ മറ്റേ മതപഠനമായിട്ടൊക്കെ അങ്ങനെ സാധാ പറയലുണ്ട്. ചിശ്തി സരണി സ്ഥാപിച്ചത് അജ്മീർ ഖാജയാണ്. അജ്മീർ ഖാജ തങ്ങൾ വന്ന സ്ഥലമാണ് ചിശ്ത് എന്ന രീതിയിൽ പറയലുണ്ട്. സാറ് നേരത്തെ പറഞ്ഞത് മറ്റൊരു പണ്ഡിത അബൂ ഇസാഖ് ഷാമി, അദ്ദേഹത്തിന്റെ നാടായിട്ടാണ് ചിശ്ത് എന്ന ഇതിൽ ഏതാണ് അതിൽ രണ്ട് ഞാൻ പറഞ്ഞത് ഇത് ജഹാനാര ബീഗം പറഞ്ഞിട്ടുള്ള ആ ഓർഡറാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഷാമിയുടെ പേരിൻ്റെ കൂടെ ചിശ്തി എന്ന് ഉപയോഗിച്ച് കാണുന്നില്ല. ഷാമിക്ക് ശേഷമുള്ള ആളുകളുടെ പേരിൻ്റെ കൂടെയാണ് അത് ഉപയോഗിച്ച് കാണുന്നത്. പക്ഷെ ഷാമിയുടെ പേരിൽ നിന്നാണ് അത്ര ചിശ്തി എന്ന പേര് അവരെടുത്ത്. പക്ഷെ ഹിസ്റ്ററിയിൽ പറയുന്നത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ച ആൾ എന്ന് തന്നെയാണ് ഖാജ തങ്ങളെ പറ്റി സ്ഥാപിച്ചത് ഖാജ തങ്ങൾ എന്നുള്ള അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ബാബ ഫരീദ് റളിയല്ലാഹു അൻഹു പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അപ്പത്തെ പഞ്ചാബ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം തന്നെയല്ലേ? കാരണം അന്നത്തെ കാലത്ത്, അതായത് ഇപ്പോഴല്ലേ അവിടെ ന്യൂനപക്ഷ പ്രദേശമായി മാറിയത്. അത് ശരി. ആ കാലത്ത് മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട്. കാരണം പഞ്ചാബ് 2 പഞ്ചാബുണ്ട്, ഇന്ത്യൻ പഞ്ചാബുണ്ട്, പാക് പഞ്ചാബുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് ദർഗ അതൊക്കെ ഉള്ള ആ ഒരു ഏരിയ പാക് പഞ്ചാബിലാണ്. അവിടുത്തെ പാക് പട്ടൺ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഗസ്നിയൊക്കെ ആക്രമിച്ച ആ പഞ്ചാബ് ഏതാ? പാക് പഞ്ചാബാണോ? അന്ന് ഒരു പഞ്ചാബേ ഉള്ളൂ. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഗസ്നിക്ക് ശേഷമാണ് ഇവരുടെ കാലഘട്ടം. ഞാൻ പറഞ്ഞ ഗസ്നി ഇന്ത്യയിൽ വരുന്നത് 11-ാം നൂറ്റാണ്ട്, AD 1001 മുതൽ 1026 വരെ. അതിനിടയിലാണ് ഗസ്നി വരുന്നത്. ഗോറി വരുമ്പോഴാണ് ഖ്വാജ തങ്ങൾ വരുന്നത്. ഗോറി വരുന്നത് 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത്. ഇപ്പം തറൈൻ യുദ്ധം കേട്ടിട്ടില്ല? 1191, 92 2 തറൈൻ യുദ്ധങ്ങളുണ്ട്. ആ തറൈൻ യുദ്ധങ്ങളുടെ കാലമാണത്. ഗസ്നിയും പൃഥ്വിരാജ് ചൗഹാനും. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഖാജ തങ്ങൾ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഗസ്നി അല്ല, ഗസ്നിക്കും ഒരു 1.5 നൂറ്റാണ്ട് ശേഷം ഗോറിയുടെ കാലം. പിന്നെ മറ്റൊന്ന്, ഗോറി 2-ാം തറ യുദ്ധത്തിൽ ജയിക്കുന്നതിന് ഖാജ തങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിയറി ഉണ്ട്. ഒരു വർഷത്തെ വെറും തയ്യാറെടുപ്പ് 1191 തോറ്റതിന് ശേഷം 1 വർഷം കൊണ്ട് ഇത്രയും വലിയൊരു സൈന്യത്തെ വിപുലീകരിച്ച് 2ാമത് ഗോറിയെ ഇന്ത്യയിലേക്ക് വിട്ടത് ഖാജ തങ്ങളാണ്. അത് റസൂലുള്ള സ്വപ്നത്തിൽ എന്ന് പറഞ്ഞു കൊടുത്താനുള്ള രീതിയിലൊക്കെ ഇസ്ലാമിക്കായിട്ട് നമ്മൾ അതിനെ പറയലുണ്ട്. അങ്ങനെ ഒരു കഥ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചരിത്രപരമായിട്ട് ഏതെങ്കിലും ഒതൻറ്റിക് ബുക്കുകളിൽ അങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റോറി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നെറ്റിലൊക്കെ നോക്കി ഇപ്പോൾ അതങ്ങനെ കണ്ടു. ഞാൻ എൻ്റെ മുഗളന്മാരും സൂഫികളും എന്ന പുസ്തകത്തിൻ്റെ രചനാ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോറി ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ആ ബുക്കിൽ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സോഴ്സും അതേപ്പറ്റി കാണുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രചരിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ ഇഷ്ടമുള്ളത് നമ്മൾ കൂടുതൽ പറയുക, അതൊക്കെ ഒരു മനുഷ്യ സഹജമായ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഇപ്പം ഒതൻറ്റിക് സോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഥ ഞാനും കേട്ടിട്ടുണ്ട്. ഇത്
നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പഠനത്തിലേക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് കറാമത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആ കറാമത്ത് പറയാതെ തന്നെ ഇത്രയും ഇൻഫ്ലുവൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത്തരം കഥകളൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ലേ? അതായത് ഇത്ര ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു മാറ്റം, വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുമ്പോൾ ഒരു കറാമത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് പ്രയോഗിക്കാൻ പറ്റുമോ? അത് അതിൻ്റെ ഒതൻറ്റിസിറ്റിനെ ബാധിക്കുമോ? അത് രണ്ടും രണ്ട് തലത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കറാമത്ത് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മീയമായിട്ടുള്ള അതിഭൗതികമായ കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് ചരിത്രത്തിലേക്ക് അതേപടി നമുക്ക് എടുക്കാൻ കഴിയില്ല. പകരം അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരാളുടെ വിശ്വാസം അത് അയാളുടെ മാത്രമാണ്. അതുകൊണ്ട് അത് അതേപടി എടുത്ത് നമുക്ക് ഹിസ്റ്ററിയിൽ പ്രയോഗിക്കാൻ കഴിയില്ല. പക്ഷെ ആ വിശ്വാസം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. സാറ് ഗുരുനാനാക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. അത് നമ്മുടെ സിഖ് മതത്തിൻ്റെ ഗുരുനാനാക്ക്, നമ്മുടെ ഈ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ജൂതമതം അതുപോലെ ക്രിസ്തു മതം, അതിൻ്റെയൊക്കെ ഒരു ഇത് നോക്കുമ്പോൾ മുസ്ലിങ്ങൾ പ്രവാചകന്മാരായി കണ്ട ആളുകളാണല്ലോ. അവർ ദൈവങ്ങൾ അതല്ലെങ്കിൽ അവരുടെ മതം തുടങ്ങിയ ആളുകളായിട്ട് അവർ കണക്കാക്കുന്നത്. ഈ ഗുരുനാനാക്കിൻ്റെ ഒരു കേസിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് കാണാൻ സാധിക്കും. ചോദിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ ബാബ ഫരീദിനല്ലേ പറഞ്ഞ്, ബാബ ഫരീദായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അവരുടെ വരികൾ ഉദ്ധരിച്ചും പറഞ്ഞല്ലോ സാറ്. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഒരു ഇത് കാണാൻ കഴിയും നമുക്ക്. അത് ഗുരുനാനാക്കിന് ഇസ്ലാമികമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതെ, നാനാക്കിന് അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഖാസ്ത്രി എന്നൊരു സ്ഥലത്ത്, ഖാസ്ത്രി എന്നൊരു വിഭാഗത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഖാസ്ത്രി എന്നുള്ളതൊരു കച്ചവട കുടുംബമാണ്. ആ സ്ഥലം ഇപ്പോൾ പാകിസ്ഥാനിലാണ്. നങ്കണ സാഹിബ് എന്നാണ് അതിനെ അവർ ആ സ്ഥലത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നീട് ഈ സൂഫികളുടെ കൂടെ ധാരാളം ജീവിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കച്ചവട കുടുംബമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെ സഞ്ചാരങ്ങളും യാത്രകളൊക്കെ ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുറച്ച് നാളത്തേക്ക് അദ്ദേഹം ഇസ്ലാം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പല പുണ്യസ്ഥലങ്ങളിലും അറേബ്യ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇന്ത്യ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം ശ്രമിച്ചൊരു കാര്യം ഈ വ്യത്യസ്ത മതങ്ങളിലുള്ള കുറേ കാര്യങ്ങളെ സ്വാംശീകരിക്കാനാണ്. അപ്പോൾ അതിനകത്ത് ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെയുള്ള കാര്യങ്ങളെ അതിൽ നിന്ന് സെലക്ടഡായ കുറേ കാര്യങ്ങളെ സ്വാംശീകരിക്കാനാണ്. അപ്പം നാനാക്കിന് ഈ സൂഫികളുമായിട്ടും മറ്റുമൊക്കെ വലിയ അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു കാലത്ത് ഒരു ഇസ്ലാമിക വിശ്വാസിയായി എല്ലാം അതുപോലെ ജീവിച്ചിരുന്നു ഉണ്ട്. അതുകൊണ്ട് തന്നെ സിഖ് മതത്തിൻ്റെ പല വിശ്വാസാചാരങ്ങളും നിങ്ങൾക്ക് ഇസ്ലാം മതത്തിലുള്ള പോലെ പല കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോൾ ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഗുരുദ്വാര നിങ്ങൾക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു പള്ളിയായിട്ട് തോന്നും. അങ്ങനെ തോന്നാം. അവരുടെ മുസ്ലിങ്ങളെ പോലെ തന്നെ വലിയ തലപ്പാവും താടിയൊക്കെ വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. പല വിശ്വാസങ്ങളും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അത് സത്യമാണ്. അപ്പോൾ പിൽക്കാലത്ത് ഗുരുനാനാക്ക് ഒരു ദൈവമായിട്ട് തന്നെ മാറിയിട്ടുണ്ടോ? പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ദൈവിക പരിവേഷത്തിൽ അവർ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ നാനാക്കിന് സിഖ് മതത്തിൽ പല കാറ്റഗറി ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ല കാണുന്നത്. പക്ഷെ നാനാക്കിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് ഒരു ദൈവിക പരിവേഷം കൊടുക്കുന്നത് കാണാൻ പറ്റും. വേറൊരു ക്വസ്റ്റ്യന്, ഈ ദൗലത്താബാദ് ആണല്ലോ, അവിടെ ഉള്ള ഫോർട്ട് അത് ഈ ഔറംഗസേബാണോ അതല്ലെങ്കിൽ മറ്റേ ഭരണാധികാരി പേര്? മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക്കാണോ അതോ? ദൗലത്താബാദ് ഫോർട്ട് ഉണ്ടാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. പക്ഷെ ഔറംഗാബാദ് സിറ്റി അത് ഔറംഗസീബ് ഡെവലപ്പ് ചെയ്ത സിറ്റിയാണ്. ഔറംഗസീബ് ഡെക്കാൻ പ്രവിശ്യയുടെ ഗവർണറായിരുന്നു. ഷാജഹാൻ്റെ
ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസ് മഹലിൽ 14 കുട്ടികളുണ്ടായിട്ടുണ്ട്. അതിൽ 10 പേര് പെൺകുട്ടികളും 4 പേര് ആൺകുട്ടികളുമാണ്. ഈ 4 ആൺമക്കളിൽ 3ാമത്തെ മകനായിരുന്നു ഔറംഗസേബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 മക്കളിൽ 3 മക്കൾ അദ്ദേഹം 3 ഏരിയയിലേക്ക് ഗവർണർമാരായിട്ട് അയച്ചു. അതിൽ ഈ ഔറംഗസേബ് ഡെക്കാൻ ഗവർണറായിരുന്നു. ഡെക്കാൻ ഗവർണറായ സമയത്ത് ഡെക്കാനിൽ മുഗളന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 വലിയ നഗരങ്ങളുണ്ട്. ഒന്ന് മധ്യപ്രദേശിലെ ബുർഹാൻപൂരാണ്, മറ്റൊന്ന് ഈ ഔറംഗാബാദാണ്. ഈ ബുർഹാൻപൂരാണ് ഔറംഗസേബിന് മുമ്പ് തന്നെയുള്ള മേജർ സിറ്റി. ഡെക്കാൻ ക്യാമ്പയിൻസൊക്കെ ബുർഹാൻപൂർ കേന്ദ്രീകരിച്ച് ചെയ്യാം. അപ്പം ഔറംഗസേബ് ഉണ്ടായിരുന്ന സമയത്ത്, ഗവർണറായിരുന്ന സമയത്ത് തന്നെ ഈ ബുർഹാൻപൂരും അതേപോലെ ഔറംഗാബാദും ഒരുപാട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഔറംഗസേബ് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്ത ഒരു സിറ്റി ഔറംഗാബാദാണ്. ശിവജി ഒരിക്കൽ പറയുന്നുണ്ട്, ശിവജിക്ക് ഇങ്ങനെ ഈ നഗരങ്ങളെ കൊള്ളയടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു ഔറംഗാബാദ് കൊള്ളയടിക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല, ഔറംഗാബാദും ബുർഹാൻപൂരും മുഗൾമാരുടെ 2 രത്നങ്ങളാണ്. അത് കൊള്ളയടിച്ചാൽ എനിക്ക് എന്താ സംഭവിക്കുക എന്ന് പിന്നെ ദൈവത്തിന് പോലും അറിയില്ല. അപ്പം അത്രയും ഒരു ഇഷ്ടപ്പെട്ട 2 നഗരങ്ങളായിരുന്നു അത്. അപ്പം ഔറംഗാബാദ് സിറ്റി ഡെവലപ്പ് ചെയ്ത് ഔറംഗസേബാണ്. പക്ഷെ ദൗലത്താബാദ് ഫോർട്ട് ഉണ്ടാക്കിയത് അത് മുഹമ്മദ് തുഗ്ലക്കാണ്. പിന്നീട് പല കാലത്തും പല രാജാക്കന്മാരും അതിൽ ചില അഡീഷൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഡൽഹി ജുമാ മസ്ജിദിനുള്ള അടുത്തുള്ള മക്ബറ പറഞ്ഞല്ലോ സാർ, അതൊന്നുകൂടി ഒന്ന് പറയാം. അത് ഷാജഹാൻ്റെ കാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ളൊരു സൂഫിയുടേതാണത്. അപ്പോൾ അദ്ദേഹം സൂഫി സർമാദ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഞാൻ എൻ്റെ മുഗൾമാരും സൂഫികളും എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹത്തെ പറ്റി 2-3 പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പേർഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആദ്യകാലത്ത് അദ്ദേഹം ഒരു ജൂത പണ്ഡിതനായിരുന്നു പറയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം ആശ്ലേഷിച്ചു. അങ്ങനെ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ഭാഗമായി എത്തിയതാണ്. അവസാനം ഡൽഹിയിലെത്തുകയും ചെയ്തു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നിങ്ങൾക്ക് ഈ ഡൽഹിയിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹചാരിയായിരുന്ന ഒരു ബ്രാഹ്മണ യുവാവിനെ പറ്റിയൊക്കെ ഒരുപാട് കഥകൾ കാണും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം അല്പവസ്ത്രധാരിയാണ്. കുറച്ചേ വസ്ത്രം ധരിക്കുകയുള്ളൂ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ പക്ഷേ എപ്പോഴും ജനങ്ങളുണ്ടാവും. അപ്പോൾ മുഗൾ കൊട്ടാരത്തിൽ ഷാജഹാൻ്റെ ഭരണകാലമാണ്. ഷാജഹാൻ്റെ മൂത്ത മകനാണ് ദാരാ ഷുക്കോ. ദാരാ ഷുക്കോയും സൂഫി സർമാദും തമ്മിൽ നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിന് ഒരു കാരണം, ദാരാ ഷുക്കോ വലിയൊരു ഫിലോസഫറും കൂടെയാണ്. അപ്പോൾ ഈ ദാരാ ഷുക്കോ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയും വലിയ വലിയ തത്വചിന്തകളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്കിടെ ഒരു ബന്ധമുണ്ട്. ഇതേ സമയത്ത് വേറൊരു പ്രശ്നമുള്ളത്, മുഗൾ കൊട്ടാരത്തിൽ ആരാകും അടുത്ത രാജാവ്? ആ തർക്കം നടക്കുകയാണ്. അപ്പോൾ സൂഫി സർമാദ് പ്രവചിച്ചു ദാര രാജാവാകും, ദാര ആയിരിക്കും അടുത്ത ബാദ്ഷാ ചക്രവർത്തി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഔറംഗസീബിനത് പ്രശ്നമാണ്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാരക്ക് രാജാവാൻ പറ്റിയില്ല, ഔറംഗസീബ് ചക്രവർത്തിയായി. അപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്ത് ഇദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടു. ഇപ്പോൾ പല കുറ്റങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നഗ്നനായിട്ട് ഇതേപോലെ. അപ്പോൾ ഔറംഗസീബിൻ്റെ കാലത്ത് തന്നെ ഒരു കഥയുണ്ട്. ഒരിക്കലേ ചക്രവർത്തി ഈ ഡൽഹി ജുമാ മസ്ജിദിൽ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് നഗ്നനായിട്ടുള്ള സൂഫി ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഔറംഗസീബിൻ്റെ 3 സഹോദരങ്ങൾ കൊലയപ്പെട്ടിട്ടുണ്ട്. ദാരാ ഷുക്കോ, മുറാദ്, അതേപോലെ ഷാഷുജ. അപ്പോൾ ഇതിൽ ഇവർക്ക് വലിയ അമർഷമുണ്ട്. കാരണം ഈ സൂഫിക്ക് ഇഷ്ടമുള്ള ആളായിരുന്നു ദാരാ ഷുക്കോ. അപ്പോൾ ഔറംഗസീബ് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു ബ്ലാങ്കറ്റിനെ കാണിച്ചിട്ട് അതൊന്നൊരു നാണം മറച്ചൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങളെങ്ങ് എടുത്തേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. ഇവരോടൊക്കെ എങ്ങനെയൊക്കെ എതിരിൽ സംസാരിക്കാൻ ധൈര്യമുള്ള ഏക ആൾക്കാർ ഈ സൂഫികളാണ്. അപ്പോൾ ചക്രവർത്തി ഇതിങ്ങ് എടുത്തു. അപ്പോൾ ഈ കഥ പറയുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഈ ബ്ലാങ്കറ്റ് ജസ്റ്റ് പൊക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൊലയപ്പെട്ട സഹോദരൻ ദാരാ ഷുക്കോവിൻ്റെ രക്തമൊലിക്കുന്ന
അല്ലെങ്കിൽ ഗളച്ഛേദം ചെയ്യപ്പെട്ട ഈ ശിരസ് അതിനകത്ത് കണ്ടു. അങ്ങനെ തോന്നി അദ്ദേഹത്തിന്. അദ്ദേഹം ആ ബ്ലാങ്കറ്റ് അവിടെ ഉപയോഗിച്ചിട്ട് ഓടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി അവിടെയുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ, അപ്പോൾ ഒന്ന് ഇതാണ് ഈ നഗ്നതയാണ്. രണ്ടാമത്തത് ഒരു വലിയ ആരോപണം, ഇദ്ദേഹം കലിമ ലാ ഇല അത്രേ പറയുള്ളൂ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ അത് മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നു? അപ്പോൾ ലാ ഇല എന്ന് പറഞ്ഞ അർത്ഥം നോ ഗോഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തിയിട്ടുള്ളൂ. അതാണ് ആൻസർ. അങ്ങനെ പല കുറ്റങ്ങളുണ്ട്. ഇദ്ദേഹത്തെ കുറ്റവിചാരണ ചെയ്തിട്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു കൊട്ടാരത്തിൽ. അപ്പോൾ ഔറംഗസീബ് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തോട്, എന്തുകൊണ്ട് നിങ്ങളുടെ പ്രവചനം ശരിയായില്ല? ധാരയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധാര തന്നെയാണ് ചക്രവർത്തി, അത് നിങ്ങൾ കാണാത്ത ഒരു ലോകത്താണ്, ഒരു ലോകം. പക്ഷെ ധാരാശുക്കയെ പറ്റി മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ആ കാലത്ത് വ്യത്യസ്ത അഭിപ്രായമുള്ളത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പറ്റിയിട്ട് അത് വേറൊരു ലോകമാണ്. അദ്ദേഹത്തിൻ്റെ മജ്മുൽ ബഹ്റൈൻ ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. അത് വേറൊരു. അങ്ങനെ അവസാനം ഇദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ മറവയപ്പെടുകയും ചെയ്തു. ആ സ്ഥലമാണ് ഇപ്പോൾ ഫുൾ കടും ചുവപ്പ്, പൂർണ്ണമായും ചുവപ്പ് നിറത്തിലുള്ള ഒരു ദർഗയാണ് അവിടെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെഡടിക്കാൻ കാരണം ഇവർ ഷഹീദ്, മാർട്ടിയർ എന്ന അർത്ഥത്തിലാണ് കടും ചുവപ്പ് പൂർണ്ണമായിട്ട് ഇപ്പോഴും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കടും ചുവപ്പ് ദർഗായി തന്നെ അത് സൂക്ഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അതിനകത്ത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം വായിച്ചാലേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ.